ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്മാർട്ട് കുക്കിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആരോഗ്യകരമായ ജീവിതത്തിനുള്ള ടിപ്സ് ആണ് ഞാൻ തരാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കോക്ടെയിലിനെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. തീർച്ചയായും ഇതൊരു ആരോഗ്യകരമായ ഫുഡല്ല, പക്ഷെ വല്ലപ്പോഴും ഇതുപോലെ ഒരു കോക്ടെയിൽ കഴിക്കുവാൻ നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമായിരിക്കും. ശരി, ഇതിൽ കാലോറീസ് കൂടുതലുണ്ടെങ്കിൽ ഇത് നമ്മുടെ ശരീരഭാരം കൂട്ടാതെ ഈ കോക്ടെയിൽ എപ്രകാരമാണ് കഴിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്കിപ്പോ പറഞ്ഞു തരാൻ പോവാണ്. ആദ്യം നമുക്ക് മാർഗരീറ്റയെ കുറിച്ച് കാണാം. ഒരു നല്ല മാർഗരീറ്റയിൽ ടക്കീല, പിന്നെ ലെമൺ ജ്യൂസ്, സ്ട്രോബെറി പ്യൂരി, സാൾട്ട്, ഷുഗർ സിറപ്പ് ഇത്രയെല്ലാം കാണും. വെറും 250 ml ഡ്രിങ്കിൽ 700 കാലോറീസ് നിറച്ചു കാണപ്പെടുന്നു. കുറഞ്ഞ കലോറി ഉപയോഗിച്ച് എപ്രകാരമാണ് ഇത് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിന് നമുക്ക് 40 മില്ലി ടക്കീല, 30 മില്ലി ലെമൺ ജ്യൂസ്, പിന്നെ 20 മില്ലി ഓറഞ്ച് ജ്യൂസ് ആവശ്യമാണ്. ഒരു കോക്ടെയിൽ ഷേക്കറിൽ ഇവയെല്ലാം ഇട്ട് കുറച്ച് ഐസ് ക്യൂബ്സും ഇതിലിട്ട് നല്ലവണ്ണം ഷേക്ക് ചെയ്യാം. പിന്നെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഗ്ലാസിന്റെ ഒരു പകുതിയിൽ ഉപ്പ് വെക്കുക. പിന്നെ ലെമൺ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുക. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് മാർഗരീറ്റ. ഇതിൽ വെറും 200 കലോറീസ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ലോങ് ഐലൻഡ് ഐസ്ഡ് ടീ. ഇതുവരെ നിങ്ങൾ ലോങ് ഐലൻഡ് ഐസ്ഡ് ടീ കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കണം, ഇതൊരു സാധാരണ ചായയല്ല. ഇതിൽ റം, ജിൻ, വോഡ്ക, ടക്കീല ഇവയെല്ലാം ഉണ്ട്. പിന്നെ ഷുഗർ, ലെമൺ ജ്യൂസ്, പിന്നെ കോക്കും ഉണ്ട്. സാധാരണയായി 250 ml ഡ്രിങ്കിൽ 780 കലോറീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട, ഇത് കുറഞ്ഞ കലോറിയിലും ചെയ്യാം. നമുക്ക് ആവശ്യമുള്ളത് വെറും 15 മില്ലി റം, ജിൻ, വോഡ്ക, പിന്നെ ടക്കീല, 30 മില്ലി ലെമൺ ജ്യൂസ്, പിന്നെ രുചിക്ക് വേണ്ടി ഷുഗറും ആഡ് ചെയ്യാം. പിന്നെ 500 ml ഡയറ്റ് കോക്കും ആവശ്യമാണ്. എന്നിട്ട് ഒരു കോക്ടെയിൽ ഷേക്കറിനുള്ളിലേക്ക് ഇവയെല്ലാം ഒന്നിച്ചിടണം. അതിനുശേഷം കുറച്ച് ഷുഗറും ഇട്ട് ഐസ് ക്യൂബ്സും ഇട്ട് നല്ലവണ്ണം ഷേക്ക് ചെയ്യണം. ഇതെല്ലാം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അവസാനം രുചിക്ക് വേണ്ടി ഡയറ്റ് കോക്കും ചേർക്കാവുന്നതാണ്. ഈ ലോങ് ഐലൻഡ് ഐസ്ഡ് ടീയിൽ 80% കലോറീസ് നമുക്കിപ്പോൾ സേവ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമുക്ക് മൊയ്റ്റോയെ കുറിച്ച് കാണാം. കലോറി കൂടുതലുള്ള ഈ മൊയ്റ്റോയിൽ പുതിനയില, ഷുഗർ, ക്ലബ് സോഡ, വൈറ്റ് റം, പിന്നെ ലെമനും ഉണ്ട്. ഇതിൽ 250 കലോറീസും അടങ്ങിയിട്ടുണ്ട്. കുറഞ്ഞ കലോറിയിൽ ഇത് ചെയ്യുവാൻ വേണ്ടി 250 ml ക്ലബ് സോഡ, 30 ml വൈറ്റ് റം, 10 പുതിനയില, 3 സ്ട്രോബെറീസ്, പിന്നെ പകുതി ലെമൺ. പുതിന, സ്ട്രോബെറി, ലെമൺ ഇവയെല്ലാം ഒന്നിച്ചൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചാൽ നമുക്ക് നല്ലൊരു മണം കിട്ടുന്നതായിരിക്കും. ഇതിൽ ക്ലബ് സോഡ ഒഴിച്ച് വൈറ്റ് റമ്മും ഒഴിച്ച് പിന്നെ അവസാനമായി ലെമനും പുതിനയിലയും ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഡ്രിങ്കിൽ വെറും 80 കലോറീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു. അടുത്ത എപ്പിസോഡിൽ കുറെ ടിപ്സുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം.